സത്യമായിട്ട് എന്നെ കരയിപ്പിച്ച ഒരു കഥയായിരുന്നു അത്. ഹാത്തിമുൽ അസം എന്ന് പറഞ്ഞിട്ടൊരു സൂഫി വര്യൻ ഉണ്ടായിരുന്നു. ഹജ്ജിന് പോകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഹജ്ജിന് പോകണം എന്നതാണ് എൻ്റെ വലിയൊരു സ്വപ്നം. പക്ഷേ ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിനും ചെലവിനൊന്നും തരാൻ എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനടി ഭാര്യ മറുപടി പറയുന്നുണ്ട്, എങ്കിൽ ഇപ്പോൾ പോകണ്ട, പൈസയൊക്കെ ആയിട്ട് പോയാൽ മതി. അത് അയാൾക്കൊരു വിഷമായി. അപ്പോഴാണ് അയാളുടെ ചെറിയൊരു മകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഉപ്പ ഈ വർഷം തന്നെ ഹജ്ജിന് പോകണം. ഞങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ച് പപ്പ വിഷമിക്കണ്ട, അതൊക്കെ പടച്ചോൻ നോക്കിക്കോളൂ. അത് അയാളുടെ ഹൃദയത്തിൽ കൊണ്ടു. അയാൾ ആ വർഷം തന്നെ ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. വീട്ടിലെ അവസ്ഥ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമില്ല, കയ്യിലെ പൈസ മുഴുവനും തീർന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് ഈ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മറ്റു മക്കളും എല്ലാം ഈ ചെറിയ പെൺകുട്ടിയെ ഇങ്ങനെ ശകാരിക്കാൻ തുടങ്ങി. നിന്റെ ഒറ്റ വാക്ക് കേട്ടിട്ടാണ് ബാപ്പ ഹജ്ജിന് പോയത്, എന്നിട്ടിപ്പോൾ എന്തായി? ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി. അവൾ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. മുറിയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, നീ പറഞ്ഞതല്ലേ സത്യം, എന്നെ ഭയപ്പെടുത്തുന്നവർക്ക് നീ സഹായം ചെയ്യുമെന്നല്ലേ, എന്നിട്ട് എന്താണ് നിന്റെ സഹായം ഞങ്ങളെ തേടി വരാത്തത്? അവൾ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ വീടിൻ്റെ വാതിലിൽ ആരോ വന്ന് മുട്ടുന്നത്. അവൾ ഓടിച്ചെന്നിട്ട് വാതിൽ തുറന്നു. അത് ആ നാട്ടിലെ ഗവർണറുടെ കാവൽക്കാരായിരുന്നു. ഗവർണർ നിങ്ങളുടെ നാട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് നല്ല ദാഹമുണ്ട്, അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അവൾ പെട്ടെന്ന് തന്നെ വീടിൻ്റെ അകത്തേക്ക് ഓടി നല്ലൊരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അത് ഗവർണർക്ക് കൊടുത്തു. ഗവർണർ വെള്ളമൊക്കെ കുടിച്ച് ദാഹം ശമിച്ചപ്പോൾ ആ കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ വീടാണ്? അവിടെ കൂടിയ ആളുകൾ പറയുന്നു, ഇത് ഹാത്തിമുൽ അസം. ഓ, ആ മഹാന്റെ വീടാണോ ഇത്? എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു സലാം പറയണം. കാവൽക്കാര് മറുപടി പറയുന്നുണ്ട്, പ്രഭു, അയാളിപ്പോൾ ഇവിടെ ഇല്ല, അയാൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഉടനെ ഗവർണർ മറുപടി പറയുന്നു, എങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മുടെ മേലിലാണ്. ശേഷം അയാൾ തൻ്റെ കയ്യിൽ നിന്നും ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ പൊതി എടുത്തിട്ട് ആ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു. ശേഷം അവിടെ കൂടിയ ആളുകളോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്യണം. ഉടനടി അവിടെ കൂടിയ ആളുകൾ മുഴുവനും അവരുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളെല്ലാം ആ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. വീട്ടിലെ തറ മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ കാഴ്ച കണ്ട ആ ചെറിയ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ ഉമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോള് കരയുന്നത്? നമ്മൾ പട്ടിണി കിടന്നിട്ട് മരിക്കാൻ പോവുകയായിരുന്നു, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മുഴുവനും സ്വർണ്ണ നാണയങ്ങളാണ്, സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാണ് മോള് കരയുന്നത്? ആ സമയത്ത് ആ മകൾ അവളുടെ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് ആ ഉമ്മയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഉമ്മ, നിസ്സാരനായ ഒരു മനുഷ്യൻ അയാളുടെ കരുണ കൊണ്ട് നമ്മളെ നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഉമ്മ കണ്ടില്ലേ? വീട്ടിൽ മുഴുവനും സ്വർണ്ണ നാണയമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണ എത്രയായിരിക്കും ഉമ്മ? അവനല്ലേ ഏറ്റവും വലിയ കാരുണ്യവാൻ.